ഹലോ, ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വഴിക്ക് പോവുകയാണ്. വേറെ എങ്ങോട്ടുമല്ല, എൻ്റെ വല്യമ്മയുടെ വീട്ടിലോട്ടാണ്. പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് മോൻ വന്ന് നിന്ന് അവൻ്റെ ഒരു വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചു. വീഡിയോ എടുക്കാൻ പറ്റിയ സമയം ഇന്നലെ അവൻ ഓടിക്കളിച്ചതാണ്. അവിടെ വീണ് അവൻ്റെ ചുണ്ട് മൊത്തം മുറിഞ്ഞിരിക്കുക. ഇന്നലെ വീണപ്പോഴത്തെ അവസ്ഥ ഇതായിരുന്നു. പോകാൻ റെഡി ആയതിൻ്റെ സന്തോഷമാണ് യാതൊരു ഇപ്പം കാണിക്കുന്നത്. ഇന്ന് രാവിലെ വല്യമ്മ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഞങ്ങളൊരു 9:30 ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് വരാം എന്ന്. അപ്പം അതിന് പോകാൻ റെഡിയായിട്ട് ഇറങ്ങിയാണ് ഞങ്ങൾ. മോൾ ഉറക്കമായിരുന്നു, അപ്പോൾ അവളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോവുകയാണ്. വല്യമ്മയുടെ വീട് പുലിമേലാണ്. ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. എൻ്റെ വീട് എടപ്പോണാണ്. അപ്പോൾ എൻ്റെ വീടും കഴിഞ്ഞ് വേണം പുലിമയിൽ പോകാൻ. പോകുന്ന വഴി പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ വല്യമ്മ, പേര് ഓമന. യാദവിനെ കണ്ടപ്പോഴേ ഇന്നലെ വീണതും അവൻ്റെ ചുണ്ട് മുറിഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. വോയിസ് എടുക്കുന്ന സമയത്ത് ഫാൻ ഇട്ടേക്കുക, അതുകൊണ്ട് അതിൻ്റെ ഒരു ശബ്ദവും അതിനകത്ത് കേൾക്കുന്നുണ്ട്. വല്യമ്മ പുതുതായിട്ട് വാങ്ങിയതായി പശുവിന്. അതിനെ കാണാനും അത് പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് എൻ്റെ ആധാറിൻ്റെ കോപ്പിയൊക്കെ കൊടുക്കണമായിരുന്നു. അതിനു വേണ്ടിയും കൂടി വന്നതാണ്. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് കാളക്കിടാവും ഉണ്ടായിരുന്നു. അതിനെ കളിപ്പിക്കുകയൊക്കെ ആയിരുന്നു ഞങ്ങൾ. യാദവിനാണെങ്കിൽ ഭയങ്കര പേടിയായി ഇതിനെയൊക്കെ കാണും. ഗായുവിന് പക്ഷേ പേടിയൊന്നുമില്ല. അവൾ ആ കുഞ്ഞി കാളക്കിടാവിൻ്റെ കൂടെ അടുത്ത് നിന്ന് നിൽക്കുകയും തൊടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കിടാവിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് യാദവും ഗായും കളിക്കാനായിട്ടങ്ങ് പോയി. എവിടെ ചെന്നാലും ഞങ്ങൾക്ക് കളിയുള്ളതെന്നുള്ള രീതി ഭയങ്കര കളിയും ചാട്ടവും ഒക്കെ ആയി. അപ്പോഴത്തേക്ക് വല്യമ്മ പോയി ലേസും മഞ്ചും ചിപ്സും ഒക്കെ ആയിട്ടൊക്കെ വന്നു. അവർക്ക് അതിനകത്തിന് ഇഷ്ടം ലേസും മഞ്ചുമൊക്കെ. അപ്പോൾ അവരതെടുത്ത് വെച്ച് കഴിക്കുകയൊക്കെ ആയിരുന്നു. ഞങ്ങളും രാവിലെ വിളിച്ചപ്പോൾ ഞാൻ വല്യമ്മയോട് പറഞ്ഞായിരുന്നു ചക്ക കിട്ടുവാണെങ്കിൽ എടുത്ത് വെച്ചേക്കണേ, ഞാൻ വരുമ്പോൾ തന്ന് വിടണേന്ന്. അതിന് വല്യമ്മ പോയി ചക്കയൊക്കെ ഇട്ട് വെട്ടിക്കീറിയൊക്കെ തന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വല്യമ്മ പോയി തേയിലവെള്ളമൊക്കെ ഇട്ട് ഞങ്ങൾക്ക് കൊണ്ട് തന്നു. എനിക്ക് തന്ന തേയിലവെള്ളം മൊത്തം കുടിച്ചത് ഗായുവിന് തേയിലവെള്ളം വലിയ ഇഷ്ടമാണ്. ഞങ്ങളിനി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.